അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആത്തൻകുടിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആത്തൻകുടി ടൈൽസ് ആണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതും ഇതിൽ എത്ര തരം വെറൈറ്റികൾ ഉണ്ടെന്നും നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമ്മളൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിന്റെ മേലേക്ക് ഒരു സ്ക്വയർ ആയിട്ടുള്ള അതിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതിലേക്ക് ഒരു ഡൈ വെച്ചിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഡിസൈന്, നമുക്കിതിൽ ഓരോ കള്ളികളിലേക്കും ഓരോ കളറാണ്. ഇപ്പോൾ വൈറ്റ് സിമെന്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡാണ് അതിലേക്ക് ഒഴിക്കുന്നത്. ചെറിയ ചെറിയ ഭാഗത്തേക്ക് കുറച്ച് യെല്ലോ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ സെൻട്രൽ പോർഷനിലേക്ക് കുറച്ച് ഗ്രീൻ കളറുകൾ ആഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ പോർഷൻ ഫുള്ളായിട്ട് ഗ്രീൻ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഡൈ എടുത്ത് മാറ്റി വെള്ളത്തിൽ മുക്കി മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് മണൽ മിക്സാണ്. അത് അരിച്ചിട്ടാണ് അവരത് ചെയ്യണത്. അരിച്ച് ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരിച്ച് അതിൽ ആ ഒരു തിക്നെസ്സോളം മാക്സിമം ഫില്ല് ചെയ്തിട്ട് കുറച്ച് ഭാഗം, അതായത് നമ്മുടെ ടൈൽസിൻ്റെ ആ ഡിസൈൻ വരുന്ന ഭാഗത്ത് ആ അരിച്ച മണലും ബാക്കി ഭാഗത്ത് റഫായിട്ടായാലും കുഴപ്പമില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അതിൽ ഫില്ല് ചെയ്യുന്നത്. അത് ഫില്ല് ചെയ്തിട്ട് ആ പൊടി, അതിൻ്റെ മേലെ കിടക്കുന്ന പൊടി അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മുടെ പരിക്കൻ മിക്സ് ചെയ്ത്, സിമെന്റ് മണൽ പരിക്കൻ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഫില്ല് ചെയ്യലാണ്. ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഇത് ഒരു ദിവസം അവർ ഇതുപോലെ ഹോൾഡ് ചെയ്യും, സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ വെള്ളത്തിൽ ടാങ്കിൽ മുക്കിയിടാണ്. 3 ദിവസം പ്രോപ്പറായിട്ട് ഇതിൽ ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് മുക്കിയിടും. അത് കഴിഞ്ഞിട്ട് വാട്ടർ ടാങ്കിൽ 3 ദിവസം ക്യൂറിങ്ങിന് വെച്ച ശേഷം നമ്മൾ തറയിൽ ചെരിച്ചിട്ട് ഇത് 7 ദിവസം വെക്കും. 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസ് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഈ കാണുന്നത്. ഇത് നമുക്ക് വരുന്നത് 4 പീസ് കൂടി ചേരുമ്പോൾ ഒരു ഡിസൈനാണ്. നമുക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് 4 പീസ് കോർണറൊക്കെ ചേർന്ന് 4 പീസ് വരുമ്പോഴാണ് നമുക്കൊരു ഫ്ലവർ ഡിസൈൻ വന്ന് അതിൻ്റെ ഡിസൈൻ പൂർത്തിയാവണം. അത് നമുക്ക് ഈ സൈഡിലേക്കൊക്കെ ഫേവ് ചെയ്ത് വരുന്ന സമയത്ത് ഈ സെൻറ്റർ ഡിസൈൻ ഇങ്ങനെ ആംഗിളായിട്ട് വരുന്നതാണ്. ഈ ടൈൽസും അതുപോലെയാണ്. നമ്മൾ 4 ടൈൽസ് ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ സെൻട്രലത്തെ ഡിസൈൻ വരുന്നത്. ഇത് നമ്മൾ തറയിൽ വിരിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 3 ദിവസത്തോളം ഇതിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ഫിനിഷിങ്ങിൽ നിന്ന് കൂടാൻ വേണ്ടിയിട്ട് 3 ദിവസത്തോളം തവിട് ഇതിൻ്റെ മേലെ ഇട്ട് വെക്കണം എന്നാണ് ഇവിടെ പറയണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 3 months നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഷൈനിങ് കൂടി വരും. നമുക്ക് ഉപയോഗിക്കുന്നതോറും ഷൈനിങ് കൂടി വരുന്ന ഒരു മെറ്റീരിയലാണ് ഈ ആത്തൻകുടി ടൈൽസ്. ഇനി നിങ്ങൾക്ക് നേരിട്ടും ഇവിടുന്ന് ടൈൽസ് വാങ്ങാൻ വേണ്ടി അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി ചെട്ടിനാടിന്റെ പുതിയ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.